അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷിക്കോ രാഷ്ട്രീയത്തിനോ അധീനപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്ന സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തെ ഉറപ്പിക്കാൻ വേണ്ടി. പക്ഷേ ലീഗിന് മാത്രം വശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കരുത് എന്നുള്ളതായിരിക്കുമല്ലോ അന്നത്തെ. ലീഗിന് മാത്രമേ വശപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു പാർട്ടിക്കും വിധേയപ്പെടുന്ന രീതി ഈ സംഘടനക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിളർപ്പിന് ശേഷം കാന്തപുരം വിഭാഗം CPM-നോടാണ് കൂടുതൽ അടുത്തത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ഒരിക്കലും പ്രത്യേകമായി അടുത്തിട്ടില്ല, അങ്ങനെ അടുക്കുകയും ഇല്ല. കാരണം അതിൻ്റെ പ്രഖ്യാപിത നയത്തിനെതിരാണത്. ഇപ്പോൾ സമസ്തയിൽ വളരെ സുസംഘടിതമായ സംഘടനാ സംവിധാനമാണ്. എനിക്കൊന്നു ഒരു CPM-നൊക്കെയാണ് സാധാരണ പറയാറുള്ളത് സംഘടനാ സംവിധാനത്തിൻ്റെ ബലം. അതിലേറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിൻ്റെ സമസ്തയുടെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ്. ഒരു കൃത്യമായ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തുമുള്ള നിലപാടുകൾ പ്രത്യേകിച്ച് എടുക്കാറുണ്ടല്ലോ. അങ്ങനെ